അപ്പോൾ ഇന്ന് നമുക്ക് കോവക്ക സുക്ക എങ്ങനെ തയ്യാറാക്കിയെടുക്കണം നോക്കാം. ആദ്യം തന്നെ 1/4 kg കോവക്ക നീളത്തിൽ മുറിച്ച് ഒരല്പം ഉപ്പ് ചേർത്ത് 5 മിനിറ്റ് വരെ വെക്കുക. കുതിർത്ത് വെച്ച 3 കപ്പ് കടല വേവിക്കാനെടുത്ത കുക്കറിലേക്കിട്ട് ഉപ്പ്, വെള്ളം എന്നിവ ചേർത്ത് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കുക. എന്നിട്ട് മാറ്റിവെച്ച കോവക്കയിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് ഉപ്പ് പോരെങ്കിൽ ഉപ്പ് ചേർത്ത് വേവിച്ചെടുക്കുക. ഇനി ഇതിലേക്ക് വേണ്ടത് ഒരു പിടി കാശ്മീരി മുളക്, 3 ടേബിൾ സ്പൂൺ മല്ലി, 1 ടേബിൾ സ്പൂൺ കടുക്, കുറച്ച് വെളുത്തുള്ളി, 1 ടേബിൾ സ്പൂൺ നല്ല ജീരകം, ഒരു നുള്ളു ഉലുവ. ഇനി പാനിലേക്ക് ഒട്ടും എണ്ണ ചേർക്കാതെ മുളക്, മല്ലി ആദ്യം സെപ്പറേറ്റ് ആക്കി വറുത്തെടുക്കുക. എന്നിട്ട് ബാക്കി വരുന്ന എല്ലാ ചേരുവകളും ഒന്നിച്ച് വറുത്തെടുത്ത് ചൂടൊക്കെ തണഞ്ഞതിന് ശേഷം ഫൈനാക്കി പൊടിച്ചെടുക്കുക. ഇനി ഒരു പാനിലേക്ക് ഒരു തേങ്ങ ചിരവിയത് ഒട്ടും എണ്ണ ചേർക്കാതെ 2 മിനിറ്റ് വറുത്ത ശേഷം അതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് ഒന്നും കൂടി മിക്സാക്കിയെടുത്ത് മിക്സിയുടെ ജാറിലേക്കിട്ട് പൾസ് മോഡിൽ ഒന്ന് കറക്കിയെടുക്കുക. എന്നിട്ട് പൊടിച്ച് വെച്ച മസാലപ്പൊടിയുടെ കൂടെ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. ഇനി ഒരു പാനിലേക്ക് ഓയിൽ ഒഴിച്ച് ചൂടാകുമ്പോൾ കടുകൊന്ന് പൊട്ടി വരുമ്പോൾ 8 അല്ലി വെളുത്തുള്ളി ചതച്ചത്, കുറച്ച് കറിവേപ്പില, 2 സവാള, ഉപ്പ് എന്നിവ ചേർത്ത് നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കുക. എന്നിട്ട് ഒരു തക്കാളി ചേർത്ത് വീണ്ടും വഴറ്റിയ ശേഷം അതിലേക്ക് മിക്സ് ചെയ്ത് വെച്ച മസാലക്കൂട്ട്, വേവിച്ച് വെച്ച കടല, കോവക്ക, ഉപ്പ് പോരെങ്കിൽ ഉപ്പ് ചേർത്ത് തിളച്ച് വരുമ്പോൾ അവസാനമായി 1/4 ടീസ്പൂൺ പഞ്ചസാര ചേർത്ത് ഇളക്കിയെടുത്താൽ കോവക്ക സുക്ക റെഡി. ചോറ്, ചപ്പാത്തി എന്നിവയുടെ കൂടെ കഴിക്കാൻ നല്ല ടേസ്റ്റിയാണ്. അപ്പോൾ കൂടുതൽ കുക്കിംഗ് ആൻഡ് ഹെൽത്തി റെസിപ്പീസ് ആയിട്ട് വീണ്ടും കാണാം. ഓക്കെ, ബൈ, സി യു.